നമസ്കാരം. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ ശ്രീ DG സുരേഷ് സർ, നമ്മുടെ ഉദ്ഘാടകൻ ഓണറബിൾ ജസ്റ്റിസ് VK മോഹൻ സർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു സമന്വയയുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ അതിഥിയാവാൻ സാധിച്ചതിൽ. ഒത്തിരി എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹൈക്കോർട്ടിൽ വരുന്നത്. ഇത്രയധികം ജീവനക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇവർ പറഞ്ഞെങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ കരുതിയത് അഡ്വക്കേറ്റ്സ് മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് സ്റ്റാഫ്സേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് ഒരു പ്രത്യേക ഒരു ലോകം. ഇത്രയും ബുദ്ധിമുട്ടുള്ള ജോലിക്കിടയിലും നിങ്ങൾ ഒരു സമയം ഇതുപോലെയുള്ള സെലിബ്രേഷൻസിന്, സ്റ്റാഫ്സിൻ്റെ സെലിബ്രേഷൻസിന് മാറ്റിവെക്കുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിലൂടെ തന്നെ ഹൈക്കോർട്ടിലുള്ള ജീവനക്കാരുടെ ഉള്ളിലുള്ള ഒരു കലാഹൃദയം മനസ്സിലാക്കാം. ഇവിടെ ഇനി ഒത്തിരി കലാപരിപാടികൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കിച്ചൺ ഡാൻസൊക്കെ ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മൾ ഈ വെറുതെ അല്ല ഭാര്യയിലാണ് ഇതുപോലത്തെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നേരിട്ട് കാണാമെന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നു. ഇവിടെ നമ്മുടെ സുരേഷ് സാർ പറഞ്ഞതിലൊരു ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. അമ്പയത്തിൻ്റെ 12 അമ്പല്ല, 70 അമ്പാണ്. 70 എണ്ണാണ്. ഞാൻ കഷ്ടപ്പെട്ട് 70-നും അതിന് മൊത്തം വേണ്ടേ വാല്യൂ. കാര്യം 4 ദിവസമേ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്തവണ ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് ഞാൻ നാഷണലിൽ പങ്കെടുക്കാൻ പോകുന്നത്. ആദ്യം പങ്കെടുത്തപ്പോൾ നിങ്ങൾക്ക് ആർക്കും എന്നെ അറിഞ്ഞുകൂടാ. ഞാനൊന്ന് സ്കൂളിൽ പഠിക്കുക, 2005-06. അപ്പോൾ ഈ ഒരു സെലിബ്രിറ്റി ഫിലിം എന്ന് പറയുന്ന ഒരു ഗ്ലാമർ ഇൻഡസ്ട്രി ആയതുകൊണ്ട് വീണ്ടും പഴയ എൻ്റെ അമ്പയത്തിൽ നിന്ന് ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ഇതിലേക്കുള്ളൊരു എനർജിയും ബൂസ്റ്റപ്പൊക്കെ ഇതിനുള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം നിങ്ങളെപ്പോലുള്ളവരും ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും സിനിമയെക്കുറിച്ചല്ല ചോദിക്കുന്നത്, അമ്പയത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതെങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാണ്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കും കൂടി കൂടുതൽ പറയാനും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാനും നമുക്കും താല്പര്യം കൂടും. എന്തായാലും എൻ്റെ നാഷണൽസിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ, കാരണം ഞാൻ അഭിനയിച്ച സിനിമകൾ ഇന്ന സിനിമയിൽ ഇങ്ങനെയല്ലേ, എല്ലാം വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇവിടെ സുരേഷ് സാറും അതുപോലെ തന്നെ ബാബു സാറൊക്കെ എന്താ പറയുക കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒരു സിനിമാ പ്രേമികളെന്ന് പറയണോ പ്രേക്ഷകരെന്ന് പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ സിനിമ തിയേറ്ററിൽ തന്നെ പോയല്ലേ കാണാറ്. അയ്യോ ഇല്ല, CD ആണെന്ന്. ഓക്കെ, അപ്പോൾ CD-യിൽ നിന്ന് തിയേറ്ററിലേക്ക് ആയാൽ ഞങ്ങൾക്ക് ഗുണം കുറച്ച് കിട്ടും. CD ആണെങ്കിൽ ഞങ്ങൾക്ക് തീരെ ഗുണം കിട്ടില്ല. സോ അത് നമുക്ക് ഒരു നല്ലൊരു പ്രോത്സാഹനം തന്നെയാണ്. നിങ്ങളെല്ലാവരും സിനിമ കാണുന്നതും എൻ്റെ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ച് ഇവർ നമ്മുടെ അടുത്ത് പറയുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാവാറ്. അപ്പോൾ ഇനി എൻ്റെ ഫിലിംസ് എല്ലാവരും കാണണം. എനിക്ക് അധികം സിനിമ മീൻസ് എന്താ പറയുക അനുഭവങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ ഒരു പാഷനാണ് ഫിലിം. ഒരു തൊഴിലിനേക്കാൾ ഉപരി എൻ്റെ ഒരു പാഷൻ എനിക്ക് നല്ല സിനിമകൾ ചെയ്യണം, നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് പ്രേക്ഷകരുടെ മനസ്സിലിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഈവൻ അമ്പയത്തും എൻ്റെ പാഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൊല്ലത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം തിരിച്ചും അമ്പയത്തിലേക്ക് വരാനും മാക്സിമം പ്രാക്ടീസ് ചെയ്യാനും കാരണം. അപ്പോൾ എല്ലാവരും എൻ്റെ സിനിമകൾ കാണണം.
ഇന്നലെ ഒരു പടം റിലീസായിട്ടുണ്ട്, അത് കന്നഡത്തിലാണ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എങ്കിലും ഇനി വരുന്ന മാസങ്ങളിൽ മലയാളം ഫിലിംസ് റിലീസ് വരുന്നുണ്ട്. റിലീസുകളേ ഉള്ളൂ ഇനി എനിക്ക്. ഞാൻ അഭിനയിച്ച് തീർത്ത പടങ്ങളാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, ഞാൻ പേരുകൾ പറയാം. രക്തരക്ഷസ്, അതാരും മറക്കില്ല, അത് ഒന്നാമത്തെ പടം. രണ്ടാമത്തത് നാടോടി മന്നൻ, ദിലീപേട്ടനാണ് ഹീറോ. മൂന്നാമത്തത് തോംസൺ വില്ല. പിന്നെ ഉള്ളത് ബൊളീവിയൻ ഡയറി, അതിലൊരു നെക്സലൈറ്റ് ആയിട്ടാണ്. അങ്ങനെ കുറച്ച് ഫിലിംസ് ഉണ്ട്. ഇപ്പോൾ ഒരു തെലുങ്ക് ഫിലിമിൻ്റെ ലൊക്കേഷനിലാണ് ഇപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻടിൻട അന്നമയ്യ എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ ഇതെല്ലാവരും കാണണം. തെലുങ്ക് പടവും കന്നഡ പടവും കാണണം എന്ന് പറയണില്ല, മലയാളം പടങ്ങളെങ്കിലും കാണണം. തുടർന്നും ഞങ്ങൾക്ക് അതിനുള്ളൊരു പ്രോത്സാഹനം തരണം. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ. ഒന്നും കൂടി എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഞാൻ മറന്നു പോയിട്ടാണ് അങ്ങോട്ട് പോയത്, അറിയാണ്ട് വായിന്ന് വീണുപോയി. അയ്യോ, പാട്ട് പാടാൻ മറന്നു പോയിന്ന്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയണമെന്ന് ഉണ്ടായിരുന്നു. ഇന്നിവിടെ പ്രെയർ പാടിയ കുട്ടി അസലായിട്ട് പാടിയിട്ടുണ്ട്. അത് ആരാണെങ്കിലും നല്ല അസലായിട്ട് പാടി, നല്ല വോയിസാണ്. അങ്ങനെ പാട്ടൊന്നും പാടാനറിയില്ല, എങ്കിലും എനിക്ക് അറിയാവുന്ന രീതിയിലൊരു പാട്ട്. ഇതൊരു ഗസലാണ്, മലയാളം ഗസലാണ്. മയിൽപ്പീലി ഞാൻ തരാ നീ നിസസഗ നിസഗമ പഗ പമഗ ഗസ. മയിൽപ്പീലി ഞാൻ തരാ മറക്കാതിരിക്കാനായി തിരികെ ഞാൻ എത്തുമ്പോൾ കിളിവാതിൽ തുറന്നെന്നെ വിളിക്കാമോ. മയിൽപ്പീലി ഞാൻ തരാം നീ നിസസഗ നിസഗമ പഗ പമഗ ഗസ. പാതിമയക്കത്തിൽ പാതിരാ നേരം പൊന്നിൻ കിനാവാണു നീ. 17 തികയാത്ത മോഹങ്ങൾക്കായിരം മോതിരം ചാർത്താമോ നീ, മോതിരം ചാർത്താമോ. മയിൽപ്പീലി ഞാൻ തരാം തരാം തരാം, മയിൽപ്പീലി ഞാൻ തരാം മറക്കാതിരിക്കാനായി തിരികെ ഞാൻ എത്തുമ്പോൾ കിളിവാതിൽ തുറന്നെന്നെ വിളിക്കാമോ. മയിൽപ്പീലി ഞാൻ തരാം. താങ്ക് യു. കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വേദിയിൽ പാടുന്നത്. അതിൻ്റെ തെറ്റുകളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം.